ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും ദൈവ വചനവുമായിട്ട് ഈ മാധ്യമത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പാപശാസ്ത്രത്തെ അധികരിക്കുന്ന ഒരു പഠനത്തിലാണ് ഈ നാളുകളിൽ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ആമുഖമായി ചുരുക്കം ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തത് സന്തോഷത്തോടെ ഓർക്കുന്നു. പ്രധാനമായും കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായത് ഈ പഠനത്തിന്റെ പ്രാധാന്യമാണ്. ഈ പഠനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാതെ പോയാൽ നിത്യമായ നരകത്തിൽ മരണത്തിനപ്പുറമുള്ള നിത്യത ചെലവിടേണ്ടി വരും. അതുകൊണ്ട് പാപത്തെ പറ്റിയുള്ള പഠനം അന്ധമായ നരകത്തിൽ നമ്മളെ വിടുവിക്കുവാൻ സഹായകരമാണ്. പാപമോചനം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ തന്നെയും തുടർന്നുള്ള ജീവിതത്തിൽ പാപത്തോടുള്ള ബന്ധത്തിൽ ജയജീവിതം ചെയ്യാതെ പോയാൽ നിത്യതയിലെ നിലയെ അത് ബാധിക്കാനായിട്ടിടയായിത്തീരും. നാം അറിയുന്ന പോലെ ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുമ്പിൽ രക്ഷിക്കപ്പെട്ട സർവ ദൈവമക്കളും നിൽക്കാനായിട്ട് ആവശ്യമുണ്ട്. നിത്യതയിൽ നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലങ്ങൾ അവിടെ വെച്ചാണ് നൽകപ്പെടുവാനായിട്ട് പോകുന്നത്. ഇവിടെ പാപത്തോടുള്ള ബന്ധത്തിൽ ജയാളിയായി തീരാതെ പോയാൽ പ്രതിഫല നഷ്ടം സംഭവിക്കുകയും അത് നിത്യതയിലെ നിലയെ ബാധിക്കാനായിട്ട് കാരണമായി തീരുകയും ചെയ്യും. മറ്റൊരു കാര്യം നാം ചിന്തിക്കാനായിട്ടിടയായത്, ഇവിടെയുള്ള ജീവിതത്തിൽ പാപത്തെ തിരിച്ചറിയാതെ പോയാൽ അതിൻ്റെ പരിണിത ഫലം ഇവിടെ തന്നെയും നാം അനുഭവിക്കുവാനായിട്ട് ആവശ്യം വരും എന്നതാണ്. അതായത് ലവോദിക്ക സഭ പാപത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോഴും ആ പാപത്തെ തിരിച്ചറിയാതെ താൻ സമ്പന്നനെന്നും അതുപോലെ തന്നെ ഒന്നിനും മുട്ടില്ലാത്തവനെന്നും ചിന്തിച്ചാണ് ജീവിച്ചത്. അതിന്റെ അന്തം വളരെ ദുഃഖകരമാണെന്നുള്ളത് സഭാകാന്തൻ അവിടെ പറയാനായിട്ട് ഇടയാകുന്നുണ്ട്. ഈഹലോക ജീവിതത്തിൽ ജയാളികളായി ജീവിച്ച് കർത്താവിന് മഹത്വം കരയേറ്റേണ്ടതിന് ഈ പഠനം അനിവാര്യമാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ആഴ്ചയിൽ ഓർക്കാനായിട്ടിടയായിട്ടെന്ന്. എന്താണ് പാപശാസ്ത്രം? അത് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ പഠനം നമ്മൾ അവസാനിപ്പിക്കാനായിട്ടിടയായിത്തീർന്നു. പാപത്തെ കുറിച്ചുള്ള പഠനത്തിനാണ് പാപശാസ്ത്രം എന്ന് പറയുന്നത്. അതും ഞാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അടുത്ത പാഠത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്താണ് പാപം? പാപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നമ്മൾ പരിശോധിക്കാനായിട്ടിടയായിത്തീർന്നാൽ എന്താണ് പാപം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 20ഓളം പദങ്ങൾ പാപം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കിന് എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ ഉപയോഗിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബൈബിളിൽ നേരിട്ട് എന്താണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളിലൂടെ കടന്നു പോകാം എന്നാണ് പ്രാരംഭമായി ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ബന്ധത്തിൽ റോമാലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് നോക്കാം. റോമാലേഖനം അതിൻ്റെ 14-ാം അധ്യായം 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപം തന്നെ. എന്താണ് പാപം? റോമാ ലേഖനകാരനായ പൗലോസിനോട് നാം ചോദിക്കാനായിട്ടിടയായാൽ ആ ചോദ്യത്തിന് പണ്ഡിത അഗ്രഗണ്യനായിരിക്കുന്ന ആ മനുഷ്യൻ
ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് നൽകുവാനായിട്ടിടയായിട്ടുള്ള ഒരു നിർവചനമാണ് നാം ഇവിടെ കാണുന്നത്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപം തന്നെ. റോമാലേഖനം നാം അറിയുന്ന പോലെ വിശ്വാസത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം അത് ആവോളം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ബൈബിളിലെ ഒരു പുസ്തകമായിട്ടാണ് റോമാലേഖനത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ലേഖനത്തിൽ മനുഷ്യനെ പറ്റി പറയുമ്പോൾ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണല്ലോ: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവികമായ ദൃഷ്ടിയിൽ നീതിമാനായിട്ട് ആരുമില്ലാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെ നീതിമാന്മാരാക്കും? ദൈവം അത് ഈ പുസ്തകം വിശദീകരിക്കുന്നുണ്ട്. 3-ാം അധ്യായം റോമാലേഖനം 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുവാനായിട്ടിടയായിത്തീർന്നത്: യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നു. അപ്പൊ നീതിമാന്മാരല്ലാതെ അനീതിയോട് അനീതി കൂട്ടി മുന്നോട്ട് പോകുന്ന മനുഷ്യനെ യേശുവിലുള്ള വിശ്വാസത്താൽ നീതിമാന്മാരാക്കി തീർത്തിരിക്കുകയാണ് ദൈവം. നീതിമാന്മാരായി തീർക്കുകയാണ് ദൈവം. അങ്ങനെയുള്ള നീതിമാന്മാർ തുടർന്ന് ഇവിടെ ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന ആയുസ് അവരെങ്ങനെ ജീവിക്കണം? വിശ്വാസത്തിൽ ജീവിക്കാൻ ആവശ്യമുണ്ട്. റോമാലേഖനം അതിൻ്റെ മുന്നോട്ട് വരുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ബൈബിളിലെ താളുകൾ നമ്മൾ മറിച്ച് നോക്കാനായിട്ട് ഇടയാകുമ്പോൾ ഏകദേശം 4 വട്ടം ഈ പ്രയോഗം ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യത്തിലും, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിലും, എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യത്തിലും ഇതേ വാക്യം ആവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം? ദൈവം പറയുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാനായിട്ടിടയായിത്തീരും. ആരുള്ള വിശ്വാസത്താലാ? ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് ഒരു ദൈവ പൈതൽ ദൈവം അവന് നൽകുവാനായിട്ടിടയായിത്തീരുന്ന ആയുസിന്റെ ഓരോ ദിവസവും ഇവിടെ ജീവിക്കണത്. ആ വിഷയം ഞാൻ ആരായാനായിട്ടിടയായപ്പോൾ ഒരു ഭക്തൻ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: ഇളകാതെ ദൈവത്തിലുള്ള ആശ്രയം, അതാണ് വിശ്വാസം. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നും വരാമെങ്കിലും അതിൻ്റെ നടുവിൽ ഇളകാതെ ദൈവത്തിൽ വിശ്വസിച്ച് ഒരാൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമുണ്ട്. അതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ഈ കാര്യം വിശദീകരിക്കുവാനായിട്ട് പഴയ നിയമത്തിൽ ഒരു എക്സാമ്പിളിലേക്ക്, ഒരു ചരിത്ര സംഭവത്തിലേക്ക് പോകാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ശൗലിന്റെ ജീവിതത്തിൽ ഇത് വിശദീകരിക്കാമാകുന്ന ഒരു ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം ഇസ്രായേലിന്റെ രാജാവായിട്ട് ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ വാഴിക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ ശൗൽ ഇസ്രായേലിന്റെ രാജാവായി തീർന്നെങ്കിലും നമുക്കറിയാം അധികം വൈകാതെ ഈ മനുഷ്യനെ ദൈവം ആ രാജാസനത്തിൽ നീക്കാനായിട്ടിടയാൽ. അതിന് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശമൂവേൽ ശൗലിനോട് പറയാനായിട്ടിടയായി തീർന്ന ഒരു സംഭവം വിശദീകരിച്ച് ഞാൻ ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുക. ശമൂവേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യം ആ ബന്ധത്തിൽ ഞാനൊന്ന് വായിക്കുക. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട്
ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശൗൽ ഹോമയാഗം കഴിക്കുക. നമുക്കറിയാം, ഇസ്രായേലിൽ രാജാവായിരിക്കുന്ന ശൗലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ബെന്യാമിൻ ഗോത്രക്കാരനായിരിക്കുന്ന ശൗലിനോടുള്ള ബന്ധത്തിൽ ഹോമയാഗം കഴിക്കുവാനായിട്ട് അനുവാദമില്ല. ആ അനുവാദം നൽകിയിട്ടുള്ളത് ലേവ്യ ഗോത്രത്തിൽ അഹരോന്യ പൗരോഹിത്യം നൽകിയിട്ടുള്ള പുരോഹിതന്മാർക്കാ. അങ്ങനെ ശൗൽ തനിക്ക് നൽകുവാനായിട്ട് ദൈവം പ്രസാദിക്കാത്ത, ദൈവം അനുവദിക്കാത്ത ഹോമയാഗം കഴിച്ചു. മാത്രമല്ല, ശമൂവേൽ പറഞ്ഞിരുന്നു, ഞാൻ വരുന്ന സമയം വരെ കാത്തിരിക്കണം. ആ കാത്തിരിപ്പും നടത്തുന്ന കാര്യത്തിൽ ശൗൽ പരാജയപ്പെട്ടു. അതിന് കാരണം രണ്ടെണ്ണം പറയുന്നുണ്ട്. ഒന്ന്, അങ്ങ് വരാൻ താമസിച്ചു പോയി. മറ്റൊന്ന്, ശത്രുക്കൾ എനിക്കെതിരെ വരാനായിട്ടിടയായിത്തീരുന്നു, അവർ പരന്നിരിക്കുന്നു. ഈ കാഴ്ച കാണാനായിട്ടിടയായിത്തീർന്നപ്പോൾ ദൈവം നൽകിയിട്ടുള്ള പ്രമാണത്തെ ശൗൽ ലംഘിക്കാനായിട്ടിടയായി. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാട്ടെ. ഇളകാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ് വിശ്വാസമെങ്കിൽ, ദൈവദാസനായിരിക്കുന്ന ശൗലിന് ആശ്രയം ദൈവത്തിൽ വയ്ക്കാനായിട്ട് സാധിക്കാതെ പിശാച് ചില പ്രത്യേക സന്ദർഭങ്ങൾ തന്റെ കണ്ണിന് മുമ്പിൽ വന്നപ്പോൾ താൻ ഇളകിപ്പോകാനായിട്ടിടയായി, അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടിടയായി. ഞാൻ ഇങ്ങനെ പറയട്ടെ, വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാണ്. ശൗൽ ഇവിടെ പാപം ചെയ്യാനായിട്ടിടയായി തീർന്നു. അതിന്റെ പരിണതഫലം താൻ അനുഭവിച്ചതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തരാനായിട്ടിടയാകുന്ന ആയുസ്സിനെ ഓരോ ദിനവും ഇളകാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ഇവിടെ ജീവിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ താല്പര്യമാണ്. എന്നാൽ ആ താല്പര്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുവാനായിട്ട് പിശാച് പല തന്ത്രങ്ങളുമായി നമ്മളെ സമീപിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ശൗലിനെ സമീപിച്ചു, ശൗൽ അവിടെ വീണു, ശിക്ഷ അനുഭവിക്കാനായിട്ടിടയായി. എന്നാൽ പഴയ നിയമം നമ്മൾ പരിശോധിക്കാനായിട്ടിടയാകുമ്പോൾ അവിടെ ഒരു വലിയ ജയാളിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എസ്രയുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ എസ്രയുടെ ഒരു യാത്രയെ പറ്റി കാണുവാനായിട്ടിടയാകുന്നു. എസ്രയും ഇസ്രായേൽ ജനവും ബാബേലിൽ നിന്ന് ദൈവാലയം പണിയാനായിട്ട് യെരുശലേമിലേക്ക് പോകുകയാണ്. അങ്ങനെ യെരുശലേമിലേക്ക് പോകാനായിട്ട് രാജാവ് അനുവാദം നൽകുവാനായിട്ട് ദൈവം രാജാവിൽ പ്രസാദിച്ചു. ആ അനുവാദം കിട്ടിയ എസ്ര ചെയ്യാനായിട്ട് ഇടയായത് ദൈവത്തിൽ ആശ്രയിച്ച് ആ യാത്ര അത് ചെയ്യുകയാണ് ചെയ്തത്. നാം ഇങ്ങനെയാണ് വായിക്കാനായിട്ട് ഇടയാകുന്നത്. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് എസ്ര അർത്ഥശ്രേഷ്ഠ രാജാവിനോട് പറയാനായിട്ടിടയായി. അതുകൊണ്ട് താൻ ആ യാത്ര ചെയ്യാനായിട്ട് ഇടയാകുമ്പോൾ അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ അർത്ഥാൽ ബാബേലിലെ സൈന്യത്തിന്റെ സഹായം ചോദിക്കാനായിട്ട് ഇടയായില്ല. കാരണം അർത്ഥശ്രേഷ്ഠ രാജാവ് കേവലം ഒരു മനുഷ്യനാണ്. താൻ ആശ്രയിക്കുവാനായിട്ട് ഇടയാകുന്ന ദൈവമോ, ആ ദൈവം സർവശക്തനാണ്. സർവശക്തനായ ദൈവം തനിക്ക് അനുകൂലമാണ്, തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അനുകൂലമാണെന്നുള്ളത് എസ്ര അർത്ഥശ്രേഷ്ഠ രാജാവിനോട് പറഞ്ഞത് കൊണ്ട് ആ ദൈവത്തിൽ അടിയുറച്ച ആശ്രയിച്ച് ആ രാജാവിന് സഹായം ചോദിക്കാതെ മുന്നോട്ട് പോകാനായിട്ടിടയായി. നാം വായിക്കുന്നത് വളരെ സുരക്ഷിതമായി എസ്രയും തന്നോടുകൂടെ യെരുശലേമിലേക്ക് യാത്ര തിരിച്ച ആ ജനവും ദൈവാലയ ഉപകരണങ്ങളുമായി ആ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിയെന്ന. എന്തുകൊണ്ടാണ് എസ്ര ആ രാജാവിന്റെ സഹായം ചോദിക്കാതിരുന്നത്? ദൈവം സർവശക്തനാണെന്ന് ആയതുകൊണ്ട് മാത്രമല്ല, ദൈവം സർവശക്തനായിരിക്കുമ്പോൾ കേവലം മനുഷ്യനായിരിക്കുന്ന അർത്ഥശ്രേഷ്ഠ രാജാവിനോട് സഹായം ചോദിക്കുമ്പോൾ തന്റെ ദൈവത്തിന് അത് അപമാനമാണ്. അതാണ് എസ്ര അവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ടിടയാകുന്നത്. എസ്ര അർത്ഥശ്രേഷ്ഠ രാജാവിനോട് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന് അത് നിന്ദയാണെന്നുള്ളതും താൻ അവിടെ പറയാനായിട്ടിടയായിത്തീർന്ന
ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും രാജാവ് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ടിടയായി. അതുകൊണ്ട് ആ രാജാവിന് സഹായം ചോദിക്കാനായിട്ട് എസ്ര അത് ലജ്ജിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയ ദൈവജനമേ, പ്രതികൂലത്തിലെ താഴ്വരയിലൂടെ ദൈവജനം കടന്നു പോകാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിലും നമ്മളെ താങ്ങുവാൻ, നമ്മളെ ജയാളികളായി നിർത്തുവാൻ, നമുക്ക് വേണ്ട വഴി തുറന്നു തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അവിടെയും ഈ ദൈവത്തിൽ ആശ്രയം വെക്കേണ്ടതാണ്. കാരണം ദൈവം പറയുകയാണ്, എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കാനായിട്ടിടയായി. പ്രതിസന്ധിയുടെ താഴ്വരയിൽ കടന്നു പോകുമ്പോൾ അനേക ദൈവത്തിന്റെ മക്കൾ ഈ നാളുകൾ ചെയ്തു വരുന്നത് തങ്ങളുടെ ദൈവത്തിന് അപമാനം വരുത്തുന്ന കാര്യങ്ങൾ. തങ്ങളുടെ ദൈവം സർവശക്തനായിരിക്കുമ്പോൾ, തങ്ങളുടെ ദൈവം സർവത്തിനും മതിയായനായിട്ടിരിക്കുമ്പോൾ, ആ ദൈവം അങ്ങനെയല്ല എന്ന് അനേകര് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഒന്നും കൂടി പച്ചയായിട്ട് പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം മനുഷ്യനിൽ ആശ്രയിക്കാനായിട്ടിടയാകുമ്പോൾ, അപേക്ഷയും അഭ്യർത്ഥനയുമായി മനുഷ്യരൻ നേരെ ഒരാൾ കൈനീട്ടുവാനായിട്ടിടയായി തീരുമ്പോൾ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവം പറഞ്ഞ വ്യവസ്ഥയ്ക്ക് ലംഘനം വരികയും പാപത്തിൽ വീഴുകയും ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ട് ദൈവവചനം പറയാണ്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപമാണ്. എന്താണ് പാപം? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാണ്. എന്താണ് പാപം? രണ്ടാമത്തെ നിർവചനത്തിലേക്ക് വരാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം ആ ബന്ധത്തിൽ വായിക്കാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കും. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് ഈ ബന്ധത്തിൽ ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. എന്താണ് പാപം? ദേവദാസനായ യാക്കോബ് വളരെ പച്ചയായി പറയുക, മുഖപക്ഷം കാണിക്കുന്നത് പാപമാണ്. ദൈവത്തിന്റെ വചനം ഈ വിഷയബന്ധത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മുഖപക്ഷത്തെ പറ്റി വളരെ വിശദമായ വിശദീകരണം നൽകാനായിട്ടിടയാകുന്നുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകത ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. മുഖപക്ഷം പാപമാണെന്ന് ദൈവവചനം പറയാനായിട്ടിടയാകുമ്പോൾ ആ വചനം നൽകുന്ന ദൈവത്തിന്റെ പ്രത്യേകത പഴയ നിയമത്തിൽ മോശയുടെ കാലത്തിന് ശേഷം ജീവിച്ചിരുന്ന ദിനവൃത്താന്ത പുസ്തകകാരൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ പക്കൽ അന്യായമില്ല, മുഖപക്ഷമില്ല, കൈക്കൂലിയില്ല. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, നമ്മുടെ ദൈവം മുഖപക്ഷം ഇല്ലാത്തവനാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന് 34-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെയ്യുന്ന പ്രസംഗമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന്. അപ്പോ ബൈബിളിൽ വെളിപ്പെടുന്ന നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വഭാവ വിശേഷം പറയുകയാണ്. ദൈവം ആരാണ്? മുഖപക്ഷം ഇല്ലാത്ത ദൈവമാണ്. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. റോമാലേഖനം തന്നെ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്: ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അവൻ മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ എങ്ങനെയായിരിക്കണം? യാക്കോബിന്റെ ലേഖനം തന്നെ
2-ാം അധ്യായം അതിന് 1-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം പാപമാണെന്ന് തുടർന്ന് വിശദീകരിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ അതിനു മുമ്പ് ദൈവത്തിന്റെ കൽപ്പന ദൈവദാസനായിരിക്കുന്ന യാക്കോബ് നൽകുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മുഖപക്ഷം കാണിക്കാൻ പാടില്ല. കാരണം എന്താണ്? നമ്മുടെ ദൈവം മുഖപക്ഷം ഇല്ലാത്ത ദൈവമാണ്, മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായിട്ടുള്ള ഈ ആയുസ്സിൽ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ മുഖപക്ഷമാകുന്ന പാപം നമ്മളെ പിടിച്ചുലയ്ക്കാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. എവിടെയൊക്കെ മുഖപക്ഷം വരാം? സമയത്തിൽ പരിമിതി കൊണ്ട് ഒത്തിരി വിശദീകരിക്കുന്നില്ല, എങ്കിലും 1-2 വാക്കുകൾ പറഞ്ഞു പോവുകയാണ്. നമ്മൾ ആ വിഷയം ചിന്തിക്കാനായിട്ടിടയായാൽ വീട്ടിൽ മുഖപക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗോത്രപിതാക്കന്മാരുടെ ഭവനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യാക്കോബിന് നാം അറിയുന്ന പോലെ 12 മക്കളുണ്ടായിരുന്നു. ആ മക്കളിൽ 11-ാമത്തെ മകനെ അധികം സ്നേഹിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ ആ പിതാവിൽ ഉണ്ടായത് മുഖപക്ഷമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. തനിക്ക് വേറെ 11 മക്കളുണ്ട്. ആ മക്കളെക്കാൾ ഉപരിയായി അതേ 11-ാമത്തെ മകനായ യോസേപ്പിനെ താൻ സ്നേഹിക്കാനായിട്ടിടയാകുമ്പോൾ ഈ പാപത്തിന്റെ കുഴിയിൽ താൻ വീഴുകയായിരുന്നു. പരിണിത ഫലം എന്താണെന്നുള്ളത് നമുക്കറിയാം. മറ്റ് സഹോദരന്മാര് യോസേപ്പിനെ അത് ദ്വേഷിക്കാനായിട്ടിടയായി. സഹോദരന്മാരെ അന്വേഷിച്ച് യോസേപ്പ് അവിടെ ചെന്നപ്പോൾ ആ യോസേപ്പിനോട് വളരെ കാഠിന്യത്തോടെ ഈ സഹോദരന്മാർ വർത്തിക്കാനായിട്ട് അത് കാരണമായി തീർന്നു. അവനെ പൊട്ടക്കുഴിയിലിടുവാൻ, അവന് മിസ്രൈമ്യർക്ക് വിൽക്കുവാൻ എന്ന് വേണ്ട പല അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണമായി തീർന്നത് തന്റെ പിതാവായിരിക്കുന്ന ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബിലുണ്ടായ മുഖപക്ഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്നിട്ടുള്ള മക്കളെ അവരെ മുഖപക്ഷം കൂടാതെ കുടുംബത്തിൽ സ്നേഹിക്കാനായിട്ടിടയാകണം. ഒരു കാര്യം കൂടി അവിടുന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുകയാണ്. കുടുംബത്തിൽ മാത്രമല്ല, സഭയിലും ഇത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. യാക്കോബിന്റെ ലേഖനം തന്നെ 2-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പള്ളിയിൽ അഥവാ സഭയിൽ നല്ല വസ്ത്രം ധരിച്ച് നല്ല നിലയിൽ ഒരാൾ വന്നാൽ അവരെ മാന്യസ്ഥാനത്ത് ഇരുത്തുകയും അത്ര നല്ല നിലയിൽ അല്ലാത്ത ഒരാൾ വന്നാൽ ഏറ്റവും പുറകിലിരുത്തുകയും ചെയ്യുന്നത് എന്താണെന്ന് യാക്കോബ് പറയുന്നുണ്ട്: മുഖപക്ഷമാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവസഭയിൽ ദൈവമക്കൾ അതെ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രത്യേകാൽ നേതൃത്വം മുഖപക്ഷമാകുന്ന പാപത്തിൽ വീണുപോകാനായിട്ട് ഇടയാകാവുന്നതാണ്. കഴിഞ്ഞകാല ചരിത്രത്തിൽ അങ്ങനെ വീണുപോയ അനേകരെ ഈ വിഷയബന്ധത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഖപക്ഷം പാപമാണെന്നുള്ളതിനാൽ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമുണ്ട്. 2-3 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന് 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ മോശ ഈ വിഷയം പ്രതിപാദിക്കുന്നത് ശ്രദ്ധിച്ചോളൂ: ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. ദൈവമക്കളായിരിക്കും നമ്മളുടെ മുമ്പാകെ ഒരു വിഷയം വരുവാനായിട്ടിടയായി ചെന്നാൽ മുഖപക്ഷം പിടിക്കുന്ന ആ സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? പത്രോസ് പറയുക, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരെ പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. 1 പത്രോസ് 1:17. നമ്മുടെ പിതാവ് സ്വർഗീയ പിതാവ്, ആ പിതാവ് മുഖപക്ഷമില്ലാത്തവനാണ്. മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനാണ്. അവനാണ് നമ്മുടെ പിതാവ് എന്നുള്ളതിനാൽ, അവനാണ് നമ്മുടെ ന്യായാധിപൻ എന്നുള്ളതിനാൽ ഈ പാപത്തിന്റെ ചതിക്കുഴിയിൽ വീഴാനായിട്ട് സാധ്യതയുള്ള ഈ ലോക ജീവിതത്തിൽ ഓരോ ദിവസവും സൂക്ഷ്മതയോടെ ഈ പാപത്തിൽ വീഴാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്താണ് പാപം? മുഖപക്ഷം കാണിക്കുന്നത് പാപമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയബന്ധത്തിൽ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
May the name of the Lord be glorified. I thank God for giving us this opportunity again so that we can learn from His Word using this medium again. We are right now focusing our study on the doctrine of sin and the study of sin. Last time God helped us to quickly look at an introduction for this topic, and I thank God for that. In the last lesson, we looked at the main questions. Number one, why studying about sin is important. Because we see if we are not aware of sin, then after our death we will be spending our eternity in hell. We see the study of sin, knowing about sin and God's standard saves us from this eternal punishment. Also, we see if we are somebody who has obtained salvation and we do not lead a victorious Christian life, then this condition may also affect our state in heaven. We know that all believers, everybody has to one day stand before the judgment throne of Christ, and it is there where we will obtain reward for our work. And we see if we are unable to lead a victorious Christian life, if we are not able to conquer sin, then we might end up losing our rewards, and this thing might affect our state for eternity in heaven. We also see that if we are not able to recognize sin while living on this earth, we may also reap its consequences here in earth itself. And as a form of an example, we looked at to the church of Laodicea, and we saw in the letters to them how they mistook themselves to be sufficient, to be clothed, to be well fed, and as people who had no needs. However, we see they had not recognized their sin that was in them. And in the letters to them in Revelation, we can see what a bad end this state of unawareness can lead to. Therefore, last week we discussed how this study is important to enable us to live a victorious Christian life and render to God the glory that is due to Him. We concluded our last class with the question, what is the study of sin? And as the name suggests, we know that it is studying sin. It is understanding what sin really is. Since we have already discussed what the study of sin is, let us proceed to the next topic, the question of what is sin? If we briefly examine the words and the terminologies that have been used to describe sin or refer to sin, we will be able to understand what is meant by them. What do they tell sin is? If we look into the Word of God, both in the Old Testament and the New Testament, we find at least 20 references of the translated word sin, which has been used to refer to the original word in Greek and Hebrew. But even before that, I would like to go through the verses that are in the Bible that directly talk about sin and tell us what sin is. Let us look at the first reference, that is Romans chapter 14 verses 23. And there we find, for whatever is not from faith is sin. If we would ask the author of this book, Paul, then we find that being filled with the Holy Spirit and from his scholarly knowledge, Paul tells us that whatever does not come from faith is sin. Anything that does not originate from faith, anything that does not have its foundation in faith is sin. We all know that the book of Romans is a writing which explains to us the importance of faith. The concept of righteousness by faith, this concept has been explained in a very detailed manner in this book. And this same writing, when we examine it in chapter 3 verse 10, we find it saying, there is none righteous, no, not one. When God looks at mankind and sees that none of them is holy, none of them is righteous, how could He justify these people? How could He do this? That is what we find in this book. And when we look at this problem, we can again look at chapter 3 verse 26, which says, to demonstrate at the present time His righteousness, that He might be just and the justifier of the one who has faith in Jesus.
So here we find that God has justified sinful, unrighteous people by the means of Jesus Christ, justifying only those who put their trust in Him. So once God has justified these people, they're supposed to spend the rest of their time on earth as long as God allows them. And they are to live their life in faith. And regarding that, we find in Romans chapter 1:17, which tells us that the just shall live by faith. And this is a phrase that has been used at least 4 times in the scriptures. We find this phrase being repeated in Hebrews chapter 2 verse 4, Galatians chapter 2 verse 20, Hebrews chapter 10 verse 38. And here we find the conclusion that when we ask God, how should believers live? God says that everybody who is righteous, everybody who is just, my just people should live by faith. And faith, and believing in whom? Faith in whom? We see faith in God. And while I was preparing this topic, I came across a writing by a biblical scholar like this. And I found him defining faith like this: unshakable trust in God. Even if we have times of trouble, and even if we face difficulties repeatedly one after another, even in the midst of all of these trials and temptations, having unshakable trust in God is what faith is. And to further explain this thing, I would like to go back to an incident in the Old Testament. When we go back to the times of Samuel and we look at King Saul, we come across an incident in his life which can be used to explain faith. We know that once upon a time it pleased God to choose Saul from the tribe of Benjamin to make him the ruler and make him reign over the household of Israel. And we know that even though he was chosen to become king, very soon he displeased God, and God soon removed him from that position. We all are aware of that. And I do not want to go into the details of this story. However, one thing that I would like to bring to your attention is what Samuel said to Saul in one of these incidents. Let us quickly read the portion, 1 Samuel chapter 13 verse 11. And we can read here, and Samuel said, "What have you done?" And Saul said, "When I saw that the people were scattered from me, and that you did not come within the days appointed, and that the Philistines gathered together at Michmash, then I said, the Philistines will come now down on me at Gilgal, and I have not made supplications to the Lord. Therefore I felt compelled and offered a burnt offering." We all know that being from the tribe of Benjamin and a king of Israel, Saul did not have the permission to offer burnt offerings. That was a right that was exclusively given to the descendants of to those who belong to the tribe of Levi. And likewise, and this is how Saul went ahead and offered a burnt offering to the Lord, which the Lord had not permitted him to do. And moreover, we know that Samuel had commanded Saul, saying that you should wait, that you have to wait till the time I come to you. And when Saul saw that Samuel did not arrive in the appointed time, and the Philistines were gathered and the people were scattering, when he looked at all these things, we see that he went ahead and broke the commandment of God. If having unshakable trust on God is what faith is, then we see that the man of God, Saul, here was tempted. We see that Satan brought things before his eyes, and he shook his heart, and he ended up doing things that he was not supposed to do. If having unshakable trust on God is what faith is, then we see that Saul ended up committing a sin here because he did not have faith in God. He did not believe in him. And we see that it impacted his life too. Brothers and sisters, if God has given us life, and if God has given us the opportunity to live, then being submissive to His word and living as per that, having unshakable trust in Him and living a life that demonstrates this is what the will of God is. What the will of God is. And this is something which God wills, and this is something in which God pleases. And knowing this, Satan can bring up traps and troubles against us with the only objective of making us stray away from the will of God. We see that Saul fell here, and due to this, he had to face the consequences too. Again, when we look in the Old Testament, we also see somebody who was victorious in this aspect.
we can see an incident that occurred in the life of Ezra when he was traveling, we could say. In this incident, we see that Ezra and the children of Israel are traveling from Babylon to Jerusalem to help in the construction of the temple. And we see that God caused the king to give permission to the slaves, the children of Israel who were as slaves in Babylon, to give them permission so that they could travel to the land of Jerusalem to continue with the construction of the temple there. And we find Ezra completely placing his trust on God and conducting this travel with complete faith in God. We find Ezra telling the king that the hand of God is with those who seek him and the hand of God is against those who deny him. And the reason Ezra said this to the king was because the king was willing to offer his soldiers as protection for the traveling Israelites. But knowing very well that the king of Babylon himself is a man who cannot be trusted, who has certain limitations, and knowing that if God is with them, they do not need to fear anything, we find Ezra telling the king that the hand of God is with them because they are seeking his ways, they are seeking him, and therefore they do not need any protection from the king himself. We find Ezra demonstrating his faith in this incident, and we can see his unshakable trust on God here. What we find next is that the traveling Israelites traveled very securely, very safely with all the equipments of the temple and reached the destination that they were supposed to reach. We can think again, why did Ezra not ask help from the king? Ezra knew very well that God is all-powerful and omnipotent, and he knew very well that the king himself was a man. And Ezra recognized that if he asked help from the king while claiming to believe in an omnipotent God, it would be an insult to God. And Ezra recognized this, that it would not glorify the name of the Lord. And knowing all of this, we can read somewhat like that Ezra was not willing to ask help from the king. He was in a way shy to ask help from the king. Brothers and sisters, it is true that we too may go through trials and trouble sometimes, and we still believe in a God who opens a way for us, and it is completely necessary. It's completely good that we place our faith in such a God as He. And this is exactly what God says, that the just, my righteous, the just shall live by faith. During these times when we see many believers, many people go through the troubles and trials, what we find is that they end up doing things that bring a bad name to the name of the Lord. Many people, through their works, declare that their God is in fact not omnipotent, that their God is not all-powerful, not all-knowing. Even if they claim to believe so, their actions convey something else. They claim to believe in an all-powerful God, but their actions demonstrate that maybe they do not believe that God is omnipotent. If I can put it in more simpler terms, it simply means that when we do not trust in God and ask help from men, from the powers of this world, the same God who said that the righteous one, the just shall live by faith, we see that we end up breaking this commandment. So I would like to proceed again reminding all of you this, that God said the just shall live by faith, and therefore anything that is not of faith is sin. Let us proceed to the next definition. What is sin? Let us read the book of James chapter 2 verse 9. And it says, "But if you show partiality, you commit sin, and are convicted by the law as transgressors." So what is sin again? James tells us that showing partiality in any form or manner is sin. When we examine the word of the Lord again, we find that partiality, or showing partiality, is something that has been defined extensively in the word. So let us look at 2 Chronicles chapter 19 verse 7, which says, "Now therefore let the fear of the Lord be upon you. Take care and do it. For there is no iniquity with the Lord our God, no partiality, nor taking of bribes." So we find in one instance that showing partiality is sin, and in another instance we see that the very character of God is that there is no partiality in Him. There is no taking of bribes. There is no double mind. There is nothing
there is no partiality in the character of God. We can again read the Acts of Apostles, chapter 10, verse 34, and here we find the speech given by Peter to the household of Cornelius. Then chapter 10, verse 34 says, "Then Peter opened his mouth and said, 'In truth, I perceive that God shows no partiality.'" Here we again find the character of God being described again. That with God there is no partiality. It is not a part of his character. I would like to read one more verse in connection with this before proceeding. The book of Romans chapter 2 verse 11, which says, "For there is no partiality with God." We find that phrase again here. So the God we believe in has no partiality in him. Then we who believe in him, how should we be? And we can see that the book of James tells us very clearly that we should never show partiality. If we do not carefully and fearfully live the lifetime that God has given to us, then it is very possible that the sin of partiality can grip us and it can be troublesome for us. And in which all situations can we end up showing partiality? Due to the constraints of time, let me quickly list them before we proceed. It is possible that we can show partiality in our houses. If we examine the households of early fathers of the Old Testament, we can often see this happening. We can find in Genesis chapter 37 verse 3, from the 12 sons he had, we see that Jacob loved the 11th one more. And when we examine this, we can clearly identify this as a case of partiality being shown by Jacob. Despite having 11 more sons, when he loved his 11th son, that is Joseph, above everyone else, what we see is him falling into the pit of the sin of partiality. And we all know how the consequences came his way. We all know when Joseph went seeking his brothers, and when he finally found them, we see that how harshly they behaved with him. They tried to we see that they planned to kill him, then later sold him and sent him to Egypt. And we see the root of all of these harsh behaviors was the partiality shown by their father Jacob. So dear brothers and sisters, the children we have been blessed with, the children which we have received as blessings from God, let us love them without any partiality within our households. And not only in households, we see that partiality as a sin can also occur in our church. We can read in James chapter 2 verse 2, "For if there should come into your assembly a man with gold rings and fine apparel, and there should also come in a poor man in filthy clothes, and you pay attention to the one wearing fine clothes, and say to him, 'You sit here in a good place,' and say to the poor man, 'You stand here or sit here at my footstool,'" we see that if something along these lines happens in our church, then we too have become prey to the sin of partiality. And especially this is something which can affect the leadership of the church. When we examine our churches, when we examine the scriptures, we find many people who have fell with regard to this sin. So before concluding today's message, I'd like to take you through a couple of more references and conclude the message. In the book of Deuteronomy chapter 1 verse 17, we can read, "You shall not show partiality in judgment. You shall hear the small as well as the great. You shall not be afraid in any man's presence, for the judgment is God's. The case that is too hard for you, bring it to me, and I will hear it." We see that God hates partiality in judgment, and we find the reason for it in 1 Peter chapter 1 verse 17. "And if you call on the Father, who without partiality judges according to each one's work, conduct yourself throughout the time of your sojourning here in fear." And because our Father is a judge, because our Father never shows partiality, because our Father is true, let us also be very careful in conducting ourselves in our lives when we are extremely prone and vulnerable to fall into this same sin. And with this, I would like to conclude today's session. We will be looking more into this study in the coming classes, and may the Lord bless us with the words that we heard today. May the name of the Lord be glorified.